എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള കാഡ്ബറി ഡയറി മിൽക്ക് സിൽക്ക് സ്പെഷ്യൽ ഹാർഡ് ബ്ലഷാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. പുറമേ നമ്മുടെ 50 പൈസ കവർ പോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. മുട്ടായി ഇങ്ങനൊരു കവറിൽ വരുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ താരം കാഡ്ബറി ഡയറി മിൽക്ക് സിൽക്ക് സ്പെഷ്യലിൻ്റെ ഒരു സ്പെഷ്യൽ പാക്കിംഗ് ഉള്ളത്. ഒരു കാർഡ്ബോർഡ് ബോക്സ് പോലെയാണ് ഇരിക്കുക. ഇതിൻ്റെ പെർ സെർവ് 20 ഗ്രാമാണ്. 107 കാലറീസാണ് അതിൽ വരുന്നത്. 250 ഗ്രാമാണ് ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ പ്രൈസ് 355 ആണ്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. പിന്നെ താഴെയായിട്ട് പുള്ളെന്ന് നിങ്ങൾ കണ്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് മെസ്സേജൊക്കെ എഴുതാൻ പറ്റിയ ഒരു ചെറിയ കാർഡാണ് കേട്ടോ അത്. എനിക്കാർക്കും മെസ്സേജ് എഴുതാനില്ലാത്തതുകൊണ്ട് ഞാനതിലൊന്നും എഴുതുന്നില്ല. ഞാൻ തിരിച്ചതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അൺപാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടോ, ബാക്കിൽ താഴെയായിട്ട് ടിയർ ഹിയർ എന്ന് പറയുന്നതുണ്ട്. അത് വലിച്ചു പൊക്കുമ്പോഴത്തേക്കും ക്ലീനായിട്ട് അത് ഓപ്പണായി വരും. മുകളിൽ ഞാനിത് അറിയാതെ വലിച്ചു വെച്ചതാണ്. മുകളിൽ ആ ഒരു സിൽവർ കളറിൽ കാണുന്നത്. തുറക്കുമ്പോഴത്തേക്കും ഒരു ക്രിസ്മസ് കാർഡൊക്കെ തുറക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അകത്തായിട്ട് തുറക്കുന്നതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഫോട്ടോസൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട്. പ്ലേസ് ദ ഫോട്ടോ ഹിയർ എന്ന് കണ്ടായിരുന്നു. അവിടെ എങ്ങനെ വെക്കണമെന്നുള്ള ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതും ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഉള്ളിലായിട്ട് യു ആർ സോ സ്പെഷ്യൽ എന്ന് എഴുതി ഒരു ഹാർട്ടൊക്കെ വെച്ച ഒരു മിഡിൽ പാർട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ മുട്ടായിരിക്കുന്നത്. അത് വേണമെങ്കിൽ ആ സ്പെഷ്യലിൻ്റെ മുകളിലൊരു വര കണ്ടോ, അത് വെച്ചിട്ട് നമുക്ക് കീറി ആ ഒരു പേപ്പർ മുകളിലോട്ടാക്കി എടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. ഞാൻ സൈഡിൽ കൂടെ തന്നെ അങ്ങ് എടുക്കുവാണ് കേട്ടോ. കാരണം അങ്ങനെ തുറക്കുന്നതിനേക്കാളും എനിക്ക് ഇങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്. അപ്പോൾ എടുക്കുമ്പോൾ ഉള്ളിലായിട്ട് എയർ ഫിൽഡ് പാക്കറ്റിൽ നമ്മുടെ വലിയ മുട്ടായി ഉണ്ട്. അതിലും ഇതുപോലെ തന്നെ കാഡ്ബറി ഡയറി മിൽക്ക് സിൽക്കും ഹാർട്ടും യു ആർ സോ സ്പെഷ്യലും ഹാർട്ട് ബ്ലഷും എല്ലാം അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂവും അതിൻ്റെ ഡേറ്റാസും അതൊക്കെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നെറ്റ് വെയ്റ്റ് 250 ഗ്രാം, ബാക്കി എല്ലാ ഡീറ്റെയിൽസും അവരതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാക്കിംഗ് ഡേറ്റ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ എയർ ഫിൽഡ് പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം. നമ്മൾ സാധാരണ സിൽക്കിലൊക്കെ പൊട്ടിക്കുമ്പോൾ ഞാൻ നോക്കിയിട്ട് അത് അത്രയ്ക്ക് ഈസി ആയിട്ട് വന്നില്ല. ടിയറായിപ്പോയി, കീറിപ്പോയി. അത്രയ്ക്ക് നല്ലൊരു പാക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഈ എയർ ഫിൽഡ് പാക്കറ്റ് ഒരല്പം മെസ്സി ആയിരുന്നു സംഭവം. കണ്ടോ, മൊത്തത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു, കീറിയിട്ടൊക്കെയാണ് വന്നേ. ഇനി പ്രേമിക്കാൻ ആരും ഇല്ലാത്തവർ ഈ സാധനം വാങ്ങിയിട്ടുള്ള വിദ്വേഷമാണോ അവരെൻ്റെ അടുത്ത് തീർത്തതെന്നറിയത്തില്ല. സിംഗിൾസിന് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു വാണിംഗും കാണാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. എനിവേ, ഞാൻ ഇതെല്ലാം കൂടെ വലിച്ചു വെച്ചെടുത്തു. ഉള്ളിലായിട്ട് എല്ലാ ഡയറി മിൽക്ക് സിൽക്ക് സീരീസിലും ഉള്ള പോലെ വൈറ്റിൽ സിൽക്ക് എന്ന് എഴുതിയ ഒരു പേപ്പർ കവറിങ് ഉണ്ട്. കണ്ടോ, എസ് സിൽക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് നല്ല ഗോൾഡൻ കവറിൽ എസ് സിൽക്ക് എന്ന് എഴുതിയ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ട്. ഇത് തുറക്കാൻ നല്ല സ്മൂത്തായിരുന്നു കേട്ടോ. ബാക്കിയുള്ള സിൽക്കിനേക്കാളും നല്ല ഒരു റാപ്പിംഗ് ആയിരുന്നു. ഒട്ടും കീറാതെ നല്ല കട്ടിയുള്ള ഒരു ഫോയിൽ പേപ്പറായിരുന്നു കേട്ടോ. കണ്ടോ, ഒട്ടും ടിയറായിട്ടില്ല. എടുക്കുമ്പോഴെല്ലാം നല്ല രീതിയിൽ തുറന്നു വരുന്നുണ്ട്. അതും തലകുത്തനായിരുന്നു. എൻ്റെ ബ്ലഷും തലകുത്തനായിരുന്നു. നോർമലി തുറന്നപ്പോൾ എല്ലാം തലകുത്തനായിപ്പോയൊരു അൺറാപ്പിംഗ് വീഡിയോ ആയിപ്പോയി ഇത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നല്ല രീതിയിൽ 250 ഗ്രാമിൻ്റെ നമ്മുടെ ഡയറി മിൽക്ക് സിൽക്ക് ഹാർട്ട് ബ്ലഷ് ഉണ്ട്. ശരിക്കും എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് നിൽക്കുന്നില്ലായിരുന്നു. നല്ല വലിയതായിരുന്നു കേട്ടോ. 10x4 ആണ് ഇതിൽ വരുന്ന ആ ഒരു ക്യൂബ്സ്. 10 വെർട്ടിക്കലിയും 4 ഹൊറിസോണ്ടലിയും വരുന്ന അങ്ങനെ ഒരു 10x4 ആണ്. അതിൻ്റെ നടുക്കായിട്ടാണ്, നടുക്കെന്നല്ല, ഏകദേശം ഒരു അപ്പർ എൻഡിലായിട്ടാണ് ഈ ഹാർഡ് ബ്ലഷ് വരിക. അതിങ്ങനെയാണ് ബാക്കിയുള്ള അൺറാപ്പിംഗ് വീഡിയോസിൽ ഞാൻ കണ്ടത്. അപ്പോൾ മേളിങ്ങനെ തുറന്നെടുത്തു. കണ്ടല്ലോ, ഏകദേശം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഈ ഹാർട്ടിനെ നമുക്ക് ഒന്ന് പുറത്തെടുത്ത് നോക്കാം. എടുത്തപ്പോഴത്തേക്കും 2 ചിറകൊക്കെ ആയിട്ടാണ് നമ്മുടെ ബ്ലഷ് പുറത്ത് വന്നത്. നല്ല ഒരു ക്യൂട്ട് പിങ്ക് നിറത്തിലാണ്. പിന്നെ ഞാൻ കണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഫോയിൽ പേപ്പറിൽ എൻ്റെ ഫ്രണ്ട് പാർട്ടെല്ലാം പോയിട്ടുണ്ടായിരുന്നു.
ഞാൻ ഇത്തിരി പറത്തിയൊക്കെ കളിച്ചു കേട്ടോ. ബാക്കിൽ കണ്ടോ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റ് നിറമാണ്, ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു പിങ്ക് കളർ ഉള്ളത്. അപ്പോൾ ആദ്യം ഞാൻ അല്പം ചിറകൊക്കെ എടുത്ത് കഴിച്ചു നോക്കി, പക്ഷേ ആ ഒരു സിൽക്കിൻ്റെ ടേസ്റ്റ് എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ. ഇനി ഞാൻ ഒരുപാട് കാത്തിരുന്നത് ഈ ഹാർട്ട് എങ്ങനെ തിന്നും, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിരുന്നു കേട്ടോ. അപ്പോൾ ഹാർട്ടിനെ നടുക്കെ മുറിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ കടിച്ച് തിന്നു സൈഡ്. അപ്പോൾ കടിച്ചപ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഒരറ്റത്ത് മാത്രമായിട്ടാണ് ഈ ഒരു സ്ട്രോബെറി കളറുള്ളത്. അത് കണ്ടോ, ഒരു തിൻ ലെയറേ ഉള്ളൂ ആ ഒരു പിങ്ക് കളർ, ഉള്ളിലായിട്ട് ചോക്ലേറ്റ് തന്നെയാണ്. പിന്നെ ആ ഒരു ഹാർട്ടിൻ്റെ പിങ്ക് പാർട്ടിന് ഒരു ബബിൾ ഗം ഫ്ലേവർ ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കുറച്ചേ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ മൗത്തിൽ കിട്ടത്തില്ല. കാഡ്ബറിയുടെ നോർമൽ കാഡ്ബറി മിഠായി ഉണ്ടല്ലോ, ചോക്ലേറ്റ്, അതിൻ്റെ ടേസ്റ്റേ ഉള്ളൂ. സിൽക്കിൻ്റെ ഒരു ടേസ്റ്റും എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഓരോ ക്യൂബിലും അവർ എസ് എന്ന് ഇംപ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോയിൽ പേപ്പർ പറ്റി പിടിച്ചുകൊണ്ടാണ് അത് കിട്ടാത്തത്. ഞാൻ ആ ഹാർട്ടിൻ്റെ ചുറ്റും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. എൻ്റെ വായിലോട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തതെല്ലാം പോയത്. എന്നിട്ട് ഞാനൊന്ന് വെച്ച് നോക്കി, കൗതുകം ലേശം കൂടുതലാണേ. അപ്പോൾ ഓട്ടയിലൂടെ നമുക്ക് ആകാശം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എവിടെ വെച്ചാലും ആ സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ആകാശമെങ്കിൽ ആകാശം, ചെടിയെങ്കിൽ ചെടി. ഇനി ഹാർട്ടിന് ചുറ്റുമുള്ള ചോക്ലേറ്റിനാണോ ടേസ്റ്റ് കുറവെന്നറിയാൻ വേണ്ടി ഞാനൊരു പീസ് എടുത്ത് കടിച്ചു നോക്കി. പക്ഷേ നോർമൽ കാഡ്ബറി ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. സിൽക്കിൻ്റേതായ പ്രീമിയം ടേസ്റ്റോ ടെക്സ്ചറോ ഒന്നുമില്ല. ശരിക്കും അത് സിൽക്കായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ എൻ്റെ കയ്യിൽ അലിഞ്ഞു ചേർന്നേനെ. പക്ഷേ എസ് എന്നുള്ള ഇംപ്രിൻറ്റേഷൻ ഓരോ ക്യൂബിലും ഉണ്ട്. ഏകദേശം ഒരു 250 ഗ്രാം ആണെങ്കിൽ, സിൽക്കാണെങ്കിൽ ഒരിക്കലും അതൊരു 355 റുപ്പീസിന് കിട്ടത്തില്ല. അപ്പോൾ അവർ തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള പൊടിക്കൈകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം കോസ്റ്റ് മെയിൻ്റനൻസിനായിട്ട്. കാരണം ഇത്രയും വലിയ പേപ്പറും അതിൻ്റെ കൂട്ടത്തൊരു കാർഡൊക്കെ വെക്കുന്നതല്ലേ, കുറേ സ്പെഷ്യാലിറ്റീസ് ഉള്ള പാക്കിംഗ് ആണ്. ഇനി നമുക്ക് ഫോട്ടോ എങ്ങനെ വെക്കാമെന്നുള്ളതിൻ്റെ ഒരു ഗൈഡ് അവർ തന്നിട്ടുണ്ട്, ഹൗ ടു യൂസ്. കണ്ടു കാണുമല്ലോ, ആ ഹാർട്ട് ഇളക്കുക, അതിൻ്റെ അകത്ത് ഫോട്ടോ വെക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഹാർട്ട് ഒന്ന് ഇളക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതിന് ചുറ്റുമുള്ള ആ ഒരു റെക്റ്റാങ്കിൾ ഇതില്ലേ, അതും നമുക്ക് ഇളക്കാൻ പറ്റും. പക്ഷേ ഞാൻ തൽക്കാലത്തേക്ക് ഹാർട്ട് മാത്രമേ ഇളക്കുന്നുള്ളൂ. അത് ഇളക്കിയപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. സ്കൈയും ഒരു കാക്ക പറന്നു പോകുന്നതും താഴെ കുറച്ച് മരങ്ങളും എല്ലാം കൂടെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ അതൊരു ഒരു ജാലകം പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് മാത്രമായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ്. ആ ഹാർട്ടിൻ്റെ ബാക്ക് സൈഡും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലെങ്ങനെയാണ് ഫോട്ടോ വെക്കുന്നതെന്ന് നോക്കാം. ഞാനിത് ഒരു ദിവസമാണ് എടുത്തത് വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കണ്ടില്ലേ, അതിൻ്റെ ഓരോ കോർണറിന് സൈഡിലായിട്ട് ഒരു സ്ലാൻഡിങ് ലൈൻ പോലെ ഇല്ലേ, അത് ജസ്റ്റ് ഒരു കട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ഓരോ കട്ടിലും നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ കോർണർ കയറ്റി കൊടുക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഇത് ബാക്കിലാണ് കേട്ടോ കയറ്റുന്നത്. ബാക്കിലായിട്ട് ഇങ്ങനെ കയറ്റിയതിന് ശേഷം നമ്മൾ തിരിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ ആ ഫോട്ടോ കാണാൻ പറ്റും. ആ ഫോട്ടോ ആ ഹാർട്ടിൻ്റെ അകത്ത് വരുന്നുണ്ടോ എന്ന് നേരത്തെ ചെക്ക് ചെയ്തിട്ട് വേണം ആ സൈസിന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് വെജീസ് പാരഡൈസ് എന്ന് എഴുതിയൊരു പേപ്പറാണ് ചെയ്തത്. ഇനി ഈ കാർഡിൻ്റെ ഫ്രണ്ടിൽ ഒരു QR കോഡ് കണ്ടായിരുന്നു. ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഒരു യൂട്യൂബ് വീഡിയോയിലോട്ട് പോവുക. താല്പര്യമുള്ളവർ വാങ്ങുമ്പോൾ അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കുക. ഒരു വാലൻറ്റൈൻസ് ഡേ, ഒരു പെൻഗിനൊക്കെ ഉള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും പ്രിയപ്പെട്ടവർക്ക് ഈ കാർഡ് വാങ്ങിക്കൊടുക്കുക. കണ്ടോ, ആ QR കോഡ് കണ്ടോ ഫ്രണ്ടിലുള്ളത്. സോ ടേക്ക് കെയർ, ബൈ ബൈ, വീണ്ടും കാണാം.